പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളതാണ് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. എല്ലാ ഊർജവും ദേവതകളായി ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ഊർജങ്ങളും നമ്മുടെ അകത്തെയും പുറത്തെയും, അതായത് ആന്തരികമായും പുറത്തും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ആ ശക്തികളെയാണ് നമ്മൾ ദേവതാരൂപത്തിൽ ആരാധിക്കുന്നത്. അപ്പം അതിൻ്റെ ഉത്ഭവം, എല്ലാ ശക്തികളുടെയും ഉത്ഭവം ജലത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഇടം ജലമാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞിട്ടാണ് തീർത്ഥസ്നാനങ്ങളെ പൂജിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഇതുണ്ട്. തീർത്ഥരാജ്, നിരവധി ക്ഷേത്രങ്ങളും മറ്റും ഒക്കെ ഉണ്ടെങ്കിലും തീർത്ഥരാജ് പ്രയാഗ്രാജാണ്. അതുപോലെ നിളയാണ് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ദക്ഷിണ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത. അത് പ്രകൃതി തന്നെയായിട്ട് നേരിട്ട് തന്നെ ആ ദേവതയായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷ ദേവതയായിട്ട് കാണുകയാണ്. അപ്പം അതിൽ നിന്നൊക്കെ ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ശക്തികളെയൊക്കെയാണ് നമ്മൾ ബിംബരൂപത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ. അപ്പം നേരിട്ട് ഈ നിളയെ ആരാധിക്കുക. ഗംഗാരതി ആണ് ഹരിദ്വാറിലും കാശിയിലുമൊക്കെ വളരെ വിശേഷമായിട്ട്, പ്രയാഗ്രാജിൽ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഗോദാവരി തടത്തിൽ ഒക്കെ എല്ലാ ദിവസവും ഗംഗാരതി നടക്കുകയാണ്. അപ്പം അതുപോലെ നിളാതീരത്ത് നിളാരതി പഴയ കാലത്ത് പല അതും അവിടെ ചേർന്ന ദേവതാ സങ്കേതങ്ങളിലൊക്കെ സ്ഥിരമായി ചെയ്തു വന്നിരുന്നതാണ് എന്ന് പഴയ ആളുകൾ പറയാറുണ്ട്. ഇപ്പോഴും ഈ തിരുനാവായയിലുള്ള മഹാമാഘത്തിൻ്റെ ഒരു പുനരുജ്ജീവനത്തിനുള്ള ശ്രമങ്ങൾ ഏകദേശം 10ഓളം വർഷങ്ങൾക്ക് മുമ്പ് 2016 ആ നാട്ടിലെ കുറച്ച് പേര് ചേർന്ന് ആരംഭിക്കുകയുണ്ടായി. അതിൽ അവിടുത്തെ മേൽശാന്തി, തിരുനാവായയിലെ മേൽശാന്തി ഒരു ഗണപതി ഹോമവും പിന്നെ തുടർന്നൊരു നിളാപൂജയും ചെയ്തിട്ടാണ് അത് 2016 മുതൽ അങ്ങനെ ചെറിയ രീതിയിൽ ആരംഭിച്ചു വന്നത്. ആ നിളാ ആരതി ഈ മഹാമാഘ മഹോത്സവം മുതൽ കൂടുതൽ വിപുലമാവുകയാണ്. അത് കാശിയിലും ഹരിദ്വാറിലും ഒക്കെ ഉള്ളതുപോലെ വലിയ രീതിയിലുള്ള ഒരു അനുഷ്ഠാനമായിട്ട് നമ്മൾ ദക്ഷിണ ഭാരതത്തിലും ഈ തീർത്ഥസ്നാനങ്ങളെ പൂജിക്കുന്ന ഒരു ദിവ്യ അനുഭൂതിയിലേക്ക് നമ്മുടെ ഭക്തജനങ്ങളും അണിനിരക്കുന്ന തരത്തിലേക്ക് അവിടെ ഈ മഹാമാഘ മഹോത്സവത്തിൽ ആരംഭിക്കുക.